ഹായ് ഹലോ, ഞാനിന്നൊരു പുതിയ ഐറ്റംസ് ആയിട്ടോ വന്നാണ്. പുതിയ ഐറ്റംസ് ഒന്നുമില്ല, ചിലരൊക്കെ ഉണ്ടാക്കുന്ന കറി തന്നെയാണ്. അപ്പോൾ 2 വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ചധികം മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങ അധികം പുളി ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത്. അതായത് അധികം എന്ന് പറയുമ്പോൾ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊണ്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതുവരെ എന്താണെന്ന് ഞാൻ സംഭവം പറഞ്ഞില്ലല്ലോ അല്ലേ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളകും പൊടി, ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ആവശ്യത്തിന് മാങ്ങയ്ക്കോ തക്കാളിക്കൊക്കെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇടുക. നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനം ഉപ്പുള്ള സാധനമാണ്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കട്ടെ, ഓവർ ഇട്ട് കൊടുക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഉണക്കമീൻ സ്രാവാണ്. കഴുകി വെള്ളത്തിലിട്ട് വെച്ച് നല്ലോണം ഉപ്പുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയെടുത്ത് ഞാൻ ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കമീനും മാങ്ങയും കൂടെ ഉള്ള കറിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചിട്ടാണ് ഇതാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അതിലേക്ക് ഒരു താളിപ്പിന് വേണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു താളിപ്പും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കറി ഫുള്ളായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.